ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ LPSC UPSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, PSCയുടെ ഒരു തീരുമാനം വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തത്, അല്ലെ? അതായത് PSC പരീക്ഷ എഴുതുന്നതിനുള്ള പ്രായപരിധി 36 നിന്നും ജനറൽ കാറ്റഗറി 40 വയസ്സിലേക്ക് ഉയർത്തി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടൊരു വാർത്തയായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു കൺസേൺ, ഉദ്യോഗാർത്ഥികൾ ചോദിച്ചൊരു കൺസേൺ, ഇത് അധ്യാപകർക്കും അതുപോലുള്ള യൂണിഫോം പോസ്റ്റിലുള്ളവർക്കും എങ്ങനെയായിരിക്കും ബാധകം, അവിടെ എത്രത്തോളം റിലാക്സേഷൻ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് അവയർനെസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പത്രക്കുറിപ്പ് നമ്മളുടെ സോഷ്യൽ മീഡിയയിലുള്ള പല പ്ലാറ്റ്ഫോംസിലൂടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? അപ്പം ഈ ഒരു പത്രക്കുറിപ്പിൽ പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് അധ്യാപകരുടെ പ്രായപരിധിയും എക്സാം എഴുതാനുള്ള പ്രായപരിധി കൂട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഏതായാലും ഈ പത്രത്തിലെ വാർത്തയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ PSC പ്രായപരിധി വർധന ഫെബ്രുവരി 27 മുതൽ ബാധകമാണ് എന്നാണ് ഈ ഒരു പത്രത്തിൽ പറയുന്നത്. അതായത് ഫെബ്രുവരി 28 വന്ന വിജ്ഞാപനത്തിൽ പോലും എന്ത് ചെയ്യും, ഈ ഒരു പോയിന്റ് പ്രായപരിധി ഉയർത്തിക്കൊണ്ട് തിരുത്തൽ വിജ്ഞാപനം ഇറക്കും എന്നുള്ളതാണ് ഈ പത്രവാർത്തയിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് 36 വയസ്സ് എന്ന ജനറൽ കാറ്റഗറിയുടെ പ്രായപരിധി 40 ഉയർത്തുകയും അതോടൊപ്പം തന്നെ OBC ഉദ്യോഗാർത്ഥികൾക്കായിട്ട് 43 വയസ്സും SC/ST വിഭാഗക്കാർക്ക് 45 വയസ്സും വരെയാണ് എല്ലാ എക്സാംസിനുള്ള പ്രായപരിധി വന്നിരിക്കുന്നത്. ഇനി ഇത് അധ്യാപകരിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അധ്യാപകരുടെ ബേസിക്കലി അവരുടെ പ്രായപരിധി 40 വയസ്സാണ്. ജനറൽ കാറ്റഗറിക്ക് 40 വയസ്സ്, OBCക്ക് 43, SC/ST വിഭാഗക്കാർക്ക് 45 വയസ്സാണ്. അധ്യാപകർക്ക് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് തന്നെ അവരുടെ പ്രായപരിധി എന്ന് പറയുന്നത്. അതിലെന്ത് മാറ്റം വരും എന്നുള്ളതും കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. LPSC, UPSC, HST എന്നീ അധ്യാപക തസ്തികകളിലെ നിലവിലെ പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെയാണ്. 4 വർഷ വർധന ബാധകമാകുമ്പോൾ ഇത് 18 മുതൽ 44 വയസ്സ് വരെ ആയിരിക്കും ജനറൽ കാറ്റഗറിയുടെ പ്രായപരിധി. HSST കോളേജ് അധ്യാപക നിയമനങ്ങൾക്കും ഉയർന്ന പ്രായപരിധിയിൽ 4 വർഷത്തെ വർധന ബാധകമാണ്. സോ ആ ഒരു പ്രൊപ്പോർഷനേറ്റ്ലി നമ്മളുടെ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്കും, അതായത് OBCക്കാർക്ക് 3 വർഷവും SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും ഫർദർ റിലാക്സേഷനും അവൈലബിൾ ആണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്, അല്ലെ? എന്തുകൊണ്ടാണ്? കാരണം കഴിഞ്ഞ ഒരു പരീക്ഷ പല കാരണങ്ങൾ കൊണ്ട് വൈകി പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പഠിക്കാൻ സാധിക്കാത്തത് കൊണ്ടോ ലാസ്റ്റ് ചാൻസിൽ അവസരം നഷ്ടപ്പെട്ട ഒരുപാട് അധ്യാപകരെ നമുക്കറിയാം, അല്ലെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളെ നമുക്കറിയാം. ഇനി ഒരു ചാൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സർവീസിൽ കയറി പോയേനെ എന്ന് പറഞ്ഞ ഒരുപാട് പേരെ നമുക്കറിയാം. വീണ്ടും നമുക്ക് അവസരം കിട്ടിയിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഓപ്പർച്യൂണിറ്റി നെവർ നോക്സ് ട്വൈസ്, അല്ലെ? ഒരു വട്ടത്തിലധികം നമ്മുടെ മുന്നിൽ അവസരം വന്ന് വാതിൽ മുട്ടാറില്ല. പക്ഷെ ഇവിടെ വീണ്ടും വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ചാൻസ് ആണ്, എല്ലാം പോയി എന്ന് വിശ്വസിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിലേക്ക് വീണ്ടും ഒരു അവസരം വന്നിരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കൂ, ഇത് നിങ്ങൾക്കായിട്ട് വന്നിരിക്കുന്ന ഒരു അവസരമാണ്. ഇനി ഇതിൽ തന്നെ കേറ്റിട്ട് ക്വാളിഫൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യുക. കാരണം LPSC UPSC എക്സാമിന് മുൻപായിട്ടുള്ള ലാസ്റ്റ് കേറ്റിട്ട് എക്സാം ആണ് ഈ ജൂൺ ജൂലൈ മാസത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ ആരെങ്കിലും കേറ്റിട്ട് ക്വാളിഫൈ ചെയ്തിട്ടില്ല, നോക്കൂ, 44, 47, 49 വയസ്സുകളിലേക്കാണ് ഇത് മാറുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും കേറ്റിട്ട് ക്വാളിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, LPSC UPSC എന്ന് പറയുന്ന സ്വപ്നം നമുക്ക് ഒരുമിച്ച് കാണാം, ഒന്നും കൂടി പഠിച്ചു തുടങ്ങാം. ഇപ്പൊ ഒരുപാട് നെഗറ്റീവ്സ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടാവും, അല്ലെ? ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പറയാൻ പോകുന്ന ഒരു കാരണം എന്ന് പറയുന്നത് എന്താ? ഇനി പഠിച്ചാൽ കിട്ടുമോ? കൊച്ചു പിള്ളേർ പഠിക്കുന്ന സമയം, അവരാണ് ഇപ്പൊ റാങ്ക് ലിസ്റ്റിൽ കയറുന്നത്. ശരിയാണ്, അവര് കയറിക്കോട്ടെ. പക്ഷെ നമ്മൾ പഠിച്ചാൽ നമുക്ക് വേണ്ട സ്പേസ് എപ്പോഴും ആ റാങ്ക് ലിസ്റ്റിലുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. മറ്റൊന്നും കൊണ്ടല്ല. എന്തുകൊണ്ടാണ്? ഈ ഒരു വർഷം കൊണ്ട് ഈ അധ്യാപകർ നേടിയിട്ടുള്ള, അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിൽ എത്തിയവർ നേടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അവരുടെ ഒരു മെച്യൂരിറ്റി ഉണ്ട്, അവരുടെ ആവശ്യമുണ്ട്. സർവോപരി ആവശ്യമാണല്ലോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ ഒരു നെസസിറ്റി നിങ്ങൾക്കുള്ളതുപോലെ മറ്റാർക്കും ഇല്ല. അപ്പൊ അത് മനസ്സിലാക്കുക, പഠിച്ചു തുടങ്ങുക, കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്താണ് നിങ്ങളുടെ ഗ്യാപ്പ്, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളത്. ട്രയൽ ഓൺ എറർ മെത്തേഡിലേക്ക് പോകേണ്ട ഒരു സമയമല്ല, സിലബസ് ബേസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങേണ്ട ഒരു സമയമാണ്. പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. കേട്ടിട്ടില്ലേ മഞ്ജു വാര്യരുടെ സിനിമയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. രണ്ടും കൽപ്പിച്ച് നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചാൽ നേടിയെടുക്കാവുന്നത് തന്നെ നമ്മുടെ മുന്നിലുള്ളൂ. ഈ ഒരു മാറ്റം 2026 LPSC എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ബാധകമായിരിക്കും. സോ കൃത്യമായിട്ട് പഠിക്കുക. 2026 ഡിസംബറിൽ ഇറങ്ങാൻ പോകുന്ന വിജ്ഞാപനത്തിൽ ഈ മാറ്റം വരും. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ നഷ്ടപ്പെട്ടിട്ടില്ല. ഇത്
നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഈ ഒരു വാർത്ത അറിയാത്തവരുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഇത് എത്തിക്കുക, പഠിച്ചു തുടങ്ങുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ LPSA UPSA അതുപോലെ കേറ്റഡ് ബാച്ചസ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്നവരും ആയിക്കോട്ടെ, നിങ്ങളുടെ ലെവലിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് ബേസിക്സ് മുതൽ പറഞ്ഞു തന്ന് മനസ്സിലാക്കി പഠിപ്പിക്കാൻ സജ്ജമാക്കിയിട്ടുള്ള ഒരു ടീമാണ് CC-യോടൊപ്പം ഉള്ളത്. 2016 മുതൽ അധ്യാപക പരീക്ഷ ഏതും ആയിക്കൊള്ളട്ടെ, CC ആണ് ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഇങ്ങ് പോന്നോളുക. നിങ്ങളുടെ ലെവലോ നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള വിഷയമോ ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. എന്തോ ആയിക്കൊള്ളട്ടെ, ഞങ്ങളുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് വരാൻ പോകുന്ന അവസരം നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ റെഡിയല്ലേ? തീർച്ചയായിട്ടും എല്ലാവരിലേക്കും എത്തിക്കുക ഈ ഒരു സന്തോഷ വാർത്ത. നമുക്ക് ഒരുമിച്ച് പഠിച്ച് നേടാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 8589083568 കോൺടാക്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.